കൂട്ടുകാർക്കും എൻ്റെ ഹരേ കൃഷ്ണ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായ റീഡിംഗ് എന്ന് പറയാം. നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങളിൽ നിന്ന് അകന്നുപോയ വ്യക്തി, അതായത് നിങ്ങളുമായിട്ട് നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലായ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴെന്തൊക്കെ ചിന്തകളാണ് നിങ്ങളെപ്പറ്റിയുള്ളത്, അല്ലെങ്കിൽ അവർ നിങ്ങളെ ഓർക്കുന്നുണ്ടോ, ഈ ഒരു സമയത്ത് ഈ ഒരു നോ കോണ്ടാക്റ്റ് അവസ്ഥയിൽ അവർ നിങ്ങളെ ഓർക്കുന്നുണ്ടോ, എന്താണ് അവരുടെ മനസ്സിൽ ഉള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. ഇപ്പോൾ ഇതൊരു ജനറൽ അല്ലെങ്കിൽ ഒരു കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യവും എല്ലാവർക്കും, ഇത് കേൾക്കുന്ന എല്ലാ വ്യക്തികൾക്കും, ഈ റീഡിംഗ് കേൾക്കുന്ന എല്ലാ ആളുകൾക്കും ഒരുപോലെ റെസൊണേറ്റ് ആവണമെന്നില്ല. അപ്പോൾ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. ഇതൊരു ടൈംലെസ് ജെൻഡർലെസ് റീഡിംഗ് ആണ്. എപ്പോൾ നിങ്ങൾ ഈ ഒരു റീഡിംഗ് കേൾക്കുന്ന സമയത്തും അത് ആ ഒരു സമയത്ത് നിങ്ങൾക്കത് വാലിഡ് ആകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടന്നാലോ. അപ്പം നമ്മൾ കുറച്ച് കാർഡ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എന്താണ് അവരുടെ മനസ്സിൽ ഇപ്പം നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളെന്ന് നോക്കാം. അത് നിങ്ങളിൽ നിന്ന് അകന്നു പോയൊരു വ്യക്തിയുടെ ഫീലിങ്സ് ആണ് കേട്ടോ. നിങ്ങളുടെ ഹസ്ബൻഡ് ആവാം, നിങ്ങളുടെ പാർട്ട്ണർ ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലവർ ആവാം. അതായത് ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, അവരിപ്പോഴും നിങ്ങളുടെ ആ ഒരു ഓർമ്മകളിലാണ് അവർ ജീവിക്കുന്നത്. നിങ്ങൾ അവർക്ക് അത്രത്തോളം വിലമതിക്കാനാവാത്തൊരു വസ്തുവായിരുന്നു. നിങ്ങളല്ലെങ്കിൽ ഒരുപാട് അവർക്കൊരു വാല്യൂ കൊടുത്തൊരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ അത്രത്തോളം ആ ഒരു വ്യക്തിയെ മനസ്സിലാക്കിയൊരു ആളായിരുന്നു, അല്ലെങ്കിൽ വാല്യൂ കൊടുത്തൊരു വ്യക്തിയായിരുന്നു. അങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷെ അവർക്ക് ഒരുപാട് ഇവിടെ ഒരു സ്പ്രെഡുകൾ, എനിക്ക് മൊത്തം സ്പ്രെഡുകൾ നിങ്ങൾ കാണുന്നുണ്ടാവും. അവർക്ക് നിങ്ങളിലേക്ക്, അവർ രാത്രി കാലങ്ങളിലൊന്നും ഉറങ്ങുന്നൊന്നുമില്ല ശരിക്കും. അവരിപ്പോഴും ആ ഒരു സിറ്റുവേഷനിലൊട്ട് ഹാപ്പിയല്ല. ഇതൊരു തേർഡ് പാർട്ടി മൂലം എൻഡായ ബന്ധവും ഉണ്ടാവും, തേർഡ് പാർട്ടിയുടെ അല്ലാതെയും പല കാര്യങ്ങളാലും എൻഡായ ബന്ധങ്ങളുണ്ടാവും. എല്ലായിടത്തും തേർഡ് പാർട്ടി മാത്രമല്ല വില്ലൻ. ഇപ്പം ബന്ധങ്ങൾ മുറിയാൻ പല പല കാരണങ്ങളുണ്ട്. തേർഡ് പാർട്ടി മാത്രമാവണമെന്നൊന്നുമില്ല, സാഹചര്യങ്ങളാവാം. എന്തുമായാലും ആ ഒരു വ്യക്തി ആ ഒരു സിറ്റുവേഷനിൽ ഹാപ്പിയല്ല. അപ്പം ഞാനിവിടെ മനസ്സിലാക്കിയ ഒരു കാര്യം, ആ ഒരു വ്യക്തി നിങ്ങൾക്ക് ഒരുപാട് വാല്യൂ കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോഴും നിങ്ങളുടെ സ്നേഹം ഒരു കിട്ടാക്കനിയാണെന്ന് ആ ഒരു വ്യക്തി വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾ അത്രത്തോളം അവർക്ക് ആ ഒരു ബന്ധത്തിന് പ്രാധാന്യം കൊടുത്ത ഒരാളാണെന്ന് അവർ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ഓർമ്മകൾ ഇപ്പോഴും സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളിൽ തന്നെ മുഴുകിയിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് 6 ഓഫ് കപ്സ് സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങളൊരു ഉത്തരവാദിത്വമുള്ളൊരു വ്യക്തിയായിരുന്നു, അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ വളരെ ഉത്തരവാദിത്വമുള്ളൊരു വ്യക്തിയായിരുന്നു. ഒരു വിലമതിക്കാനാവാത്തൊരു നിധിയാണ് അവർക്ക് നഷ്ടപ്പെട്ടെന്ന് ആ ഒരു വ്യക്തി ഇപ്പം ചിന്തിക്കുന്നുണ്ട്. അതായത് നിങ്ങളോടുള്ള അവരുടെ സ്നേഹവും ഒക്കെ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നാണ് ഏസ് ഓഫ് കപ്സ് സൂചിപ്പിക്കുന്നത്. പക്ഷേ എങ്ങനെ നിങ്ങളിലേക്ക് വരണമെന്ന് അവർക്കറിയില്ല. എങ്ങനെ നിങ്ങളിലേക്ക് വരണം എന്ന് അവർക്കറിയില്ല. അവർ നിങ്ങളിലേക്ക് അത്രത്തോളം ആ ഒരു വ്യക്തി നിങ്ങൾക്ക് വാല്യൂ കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. ആ ഒരു വ്യക്തി നിങ്ങൾക്ക് അത്രത്തോളം ഒരു വാല്യൂ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അവർ രാത്രിയിൽ ഉറങ്ങാതിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയാണ് അവർ കണ്ണീര് വാർക്കുന്നത്. നിങ്ങളെ അത്രത്തോളം ആ ഒരു വ്യക്തി ജീവനായിട്ട് കാണുന്നുണ്ട്. ഏസ് ഓഫ് കപ്സ് സൂചിപ്പിക്കുന്നത് അവർ നിങ്ങൾക്കൊരു വിലമതിക്കാനാവാത്തൊരു നിധി പോലെയാണ്. എങ്കിലും എങ്ങനെ നിങ്ങളിലേക്ക് വരണമെന്ന് അവർക്കറിയില്ല. നിങ്ങളോടുള്ള സ്നേഹബന്ധം ഇപ്പോഴും ജീവനോടെ അവരുടെ ഉള്ളിലുണ്ടെന്നാണ് കാണുന്നത്. വളരെ ഡീപ്പായിട്ടുള്ള ഒരു കണക്ഷനായിട്ട് കാണുന്നു ഈ ഒരു ബന്ധം. ഈ ഒരു നോ കോണ്ടാക്റ്റ് അവസ്ഥയിലും ആ ഒരു വ്യക്തി നിങ്ങളുടെ ബന്ധത്തെപ്പറ്റി ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട്. ഈ ഒരു ബന്ധം എങ്ങനെ തുടങ്ങണം എന്ന് പക്ഷേ അവർക്കറിയില്ല. കാര്യം മൂൺ കാർഡ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇവിടെ ആ ഒരു വ്യക്തിക്ക് ഉറക്കമില്ലാത്ത രാത്രികളിലൂടെയാണ് ആ ഒരു വ്യക്തി കടന്നു പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാൻ അവരൊരു മൂന്നാം കക്ഷിയുടെ ഒരു സഹായമൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരു തേർഡ് പേഴ്സൻ്റെ സഹായം നിങ്ങളിലേക്ക് എത്താൻ ഒരു ഒപ്പീനിയനൊക്കെ ആ ഒരു വ്യക്തി എടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ അച്ഛനാവാം, അമ്മയാവാം, നിങ്ങളുടെ ബന്ധത്തിൽപ്പെട്ട ആരെങ്കിലും ആവാം, റിലേറ്റീവ്സ് ആവാം, ഫ്രണ്ട്സ് ആവാം. അവരുടെ ഒരു സഹായത്തോടു കൂടി നിങ്ങളിലേക്ക് വരാൻ ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് ഈ ഒരു ബന്ധത്തിനെ പറ്റി എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് അറിയത്തില്ല. അവരത്രത്തോളം ഡിസപ്പോയിൻമെൻ്റ് അനുഭവിക്കുന്നതാണ് ഈ ഒരു കാര്യത്തിൽ. രാത്രിയിലൊക്കെ ഉറങ്ങാതെ മനസ്സ് വിഷമിപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് അവരെ കാണുന്നത്. പഴയ കാലത്ത് ഒന്നിച്ച് നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചുണ്ടായിരുന്ന കുറേ നിമിഷങ്ങളൊക്കെ അവരുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്.
അതവർ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നല്ല കെയർ ചെയ്തുന്ന ഒരു വ്യക്തിയായിരുന്നു. എല്ലാ രീതിയിലും അവർക്ക് ഈ ഒരു ബന്ധത്തിൽ ഉത്തരവാദിത്തത്തോടു കൂടി മുന്നോട്ട് പോരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഈ ഒരു ബന്ധത്തിൽ നല്ല രീതിയിൽ, അതായത് അവരെ മനസ്സിലാക്കി, നിങ്ങളെപ്പോലെ അവരെ ആരും മനസ്സിലാക്കിയിട്ടില്ല. അത്രത്തോളം നിങ്ങൾ ജീവന് തുല്യമാണ് സ്നേഹിച്ചത്. അതായത് നിങ്ങളോടുള്ള സ്നേഹവും സ്ഥിരതയും അവർക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്, ക്യൂൻ ഓഫ് പെൻറ്റക്കിൾ. അതായത് മൂൺ കാർഡ് അവർക്ക് ഇപ്പോഴും ഒരു ആശയക്കുഴപ്പമുണ്ട് അവർക്ക്. കാര്യം നിങ്ങൾ തമ്മിൽ വർഷങ്ങളായിട്ട് കോൺടാക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നാളുകളായിട്ട് മാസങ്ങളായിട്ട് നോ കോൺടാക്റ്റിലുള്ള ആൾക്കാരാണ്. അപ്പം നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് അവർക്കറിയത്തില്ല. അപ്പോൾ അവർക്ക് ഇപ്പോഴും ഈ ഒരു ബന്ധത്തിൽ ഒരു ആശയക്കുഴപ്പമുള്ളതായിട്ട് കാണുന്നുണ്ട്. പിന്നെ നിങ്ങളോട് പല കാര്യങ്ങളും ഈ ഒരു വ്യക്തി മറച്ചു വെച്ചതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ഒരു 7 ഓഫ് സോഡിൻ്റെ എനർജി വന്നതെന്ന് വെച്ചാൽ ആ ഒരു വ്യക്തി നിങ്ങളെ വഞ്ചിച്ചതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ബന്ധത്തിൽ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ കള്ളങ്ങൾ പറഞ്ഞ് നിങ്ങളെ വഞ്ചിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു വ്യക്തിയാണ് ഈ ഒരു വ്യക്തി. ഒരു തേർഡ് പാർട്ടി റിലേഷൻ ആവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് നിങ്ങളിൽ നിന്ന് അകന്നു പോയൊരു വ്യക്തിയാണ്. എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം ഭയങ്കര സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. അവരൊരു തേർഡ് പേഴ്സൻ്റെ സഹായം ചോദിക്കുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞുള്ള ഒരു 3 ഓഫ് പെൻറ്റക്കിൾ. അവർ ഈ ഒരു ബന്ധത്തിൽ, ഈ ഒരു ബന്ധം നേരെ കൊണ്ടുപോകാൻ ഒരു തേർഡ് പേഴ്സൻ്റെ സഹായം ചോദിക്കുന്നുണ്ട്. അവരിപ്പോഴും അവരുടെ ഓർമ്മകൾ മുഴുവൻ, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, അവരുടെ ഓർമ്മകൾ മുഴുവൻ നിങ്ങളിലാണ്. നിങ്ങളുടെ പഴയ മെസ്സേജൊക്കെ അവരെടുത്ത് വായിക്കുന്നുണ്ട്. പഴയ മെസ്സേജുകളൊക്കെ എടുത്ത് വായിച്ചവർ സങ്കടപ്പെടുകയാണ്. ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട്. അതുപോലെ നിങ്ങളെ അവർക്ക് കൈവിട്ട് പോകുമെന്നൊരു ഭയം ആ ഒരു വ്യക്തിക്കുണ്ട്. കാര്യം അതാണ് മൂൺ കാർഡ്. അവരൊന്ന് ഉറങ്ങിയിട്ട് കാലങ്ങളായി, അവർക്ക് പശ്ചാത്താപമുണ്ട്. കാര്യം നിങ്ങളോട് പല വഞ്ചനകളും കാണിച്ചതായിട്ട് ഇവിടെ കാർഡിലൂടെ മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മൂന്നാം കക്ഷിയുടെ ഒരു ഗൈഡൻസ് അവർ ചോദിക്കുന്നുണ്ട് ഈ ഒരു ബന്ധത്തിന് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്. എങ്ങനെ അവർക്ക് അറിയില്ല ഇത് കൊണ്ടുപോകണമെന്ന്. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറഞ്ഞാൽ 6 ഓഫ് സോഡാണ്. ആ ഒരു വ്യക്തി പഴയ കാര്യങ്ങളൊക്കെ മറന്ന് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. 6 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. ആ ഒരു വ്യക്തി പഴയ കാര്യങ്ങളൊക്കെ മറന്ന് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിന് ഇങ്ങനെ പോയാൽ പറ്റില്ല, ഈ ഒരു ബന്ധത്തിന് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കണം ഞാനായിട്ട് തന്നെ. കാര്യം നിങ്ങളെപ്പോലെ ഒരു വിലമതിക്കാനാവാത്ത ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് അവർ നഷ്ടപ്പെടുത്തിയത്. ആ ഒരു സ്നേഹം അവർക്ക് എങ്ങൊന്നും കിട്ടിയിട്ടില്ല. അവർ പ്രതീക്ഷിച്ച ഇടത്തു നിന്നൊന്നും ആ ഒരു സ്നേഹം കിട്ടിയിട്ടില്ല എന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു തിരിച്ചുവരവ്. ആ ഒരു വ്യക്തിക്ക് നിങ്ങളിലേക്ക് തിരികെ വരണമെന്ന് വളരെ രീതിയിലുള്ള ആഗ്രഹമുണ്ട്. അങ്ങനെയാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർക്ക് നിങ്ങളോട് ഡീപ്പായിട്ടുള്ള ഒരു മാഗ്നറ്റിക് അട്രാക്ഷനൊക്കെ തോന്നുന്ന ഒരു സമയമാണ്. അവർക്ക് നിങ്ങളെ വേണം അവരുടെ ലൈഫിൽ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത്രത്തോളം കെയർ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ ഒരു ക്യൂൻ ഓഫ് പെൻറ്റക്കിളൊക്കെ വന്നതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ ചെയ്ത അവർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു വ്യക്തി ആയിരിക്കും നിങ്ങൾ. അങ്ങനെ ഒരു വ്യക്തി അവർ നേരത്തെ കണ്ടിട്ടില്ല. ഇതൊരു ഹസ്ബൻഡ് ആകാം, വൈഫാവാം, ലവറാവാം, നിങ്ങളുടെ പാർട്ട്ണറാവാം, ആരുമാവാം, ഏത് ജെൻഡറിൽപ്പെട്ട വ്യക്തിയുമാവാം. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കാര്യമൊക്കെ മിസ്സിങ് ആണിപ്പം. ഇപ്പോഴൊട്ട് ഹാപ്പിയല്ല. അവരുടെ സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും, ഇതൊരു തേർഡ് പാർട്ടി മൂലമാണ് നിങ്ങളുടെ ബന്ധം എൻഡായാലും അല്ലാതെ എൻഡായിപ്പോയാലും, ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ ഒഴിവാക്കിയിട്ട് ഏത് സിറ്റുവേഷനിലേക്കാണോ പോയത് ആ ഒരു വ്യക്തി, ആ ഒരു വ്യക്തി ഒട്ട് ഹാപ്പിയല്ല. അവരതിൽ ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് കഴിഞ്ഞ കാലത്തുണ്ടായ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിനൊരു തയ്യാറെടുപ്പ് ആ ഒരു വ്യക്തി നടത്തുന്നതായിട്ടാണ് എനിക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇവിടെ 6 ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. തിരിച്ചുവരവിനെയാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരുന്നു. അതായത് നിങ്ങളുമായിട്ട് പാസ്റ്റ് ലൈഫിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സ്റ്റെബിലിറ്റിയോടുകൂടി തിരികെ വരുന്നതായിട്ടാണ് കാണുന്നത്. ഒരു സ്റ്റെബിലിറ്റി ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ ബന്ധം നല്ല രീതിയിൽ പോവാൻ ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഒരു സ്റ്റെബിലിറ്റിയോടുകൂടി ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്രത്തോളം അവർ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക്. നിങ്ങളുടെ വാല്യൂ മനസ്സിലായത് നിങ്ങളിതിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു. നിങ്ങളുടെ കാര്യങ്ങളൊന്നും അവർക്ക് അറിയാൻ സാധിക്കുന്നില്ല. ഏതാണ് ഒന്നും അവർക്ക് അറിയത്തില്ല. മൊത്തം കൺഫ്യൂഷനിലൂടെയാണ് ആ ഒരു വ്യക്തി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ അത്രത്തോളം ഒരു പ്രശ്നത്തിലൂടെയാണ് ആ ഒരു വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെയാണോ ആ ഒരു വ്യക്തി ചെന്ന് പെട്ടത് അവിടെ ആ ഒരു വ്യക്തി ഒട്ട് ഹാപ്പിയല്ല.
അവരവിടെ ഒരു ദുരിതം മാത്രമാണ് അവർ അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മടങ്ങി വരവ്. അതായത് ഒരുപാട് പ്രതീക്ഷിച്ച് പോയ സ്ഥലത്തു നിന്നൊക്കെ ആ ഒരു വ്യക്തിക്ക് ഒരു സത്യസന്ധമായ സ്നേഹം ലഭിച്ചിട്ടില്ല എന്നാണ് കാണുന്നത്. അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ച പോലുള്ളൊരു ലൈഫുമായിട്ടല്ല അവരിപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ത് സിറ്റുവേഷൻ ആണെങ്കിൽ തന്നെ ആ ഒരു വ്യക്തിയോട്ട് ഹാപ്പി അല്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു തുറന്ന ചർച്ചയിലൂടെ നിങ്ങളുമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ച്, അല്ലെങ്കിൽ ഒരു മീഡിയേറ്ററെ സഹായം ഞാൻ പറഞ്ഞ അച്ഛൻ, അമ്മ അല്ലെങ്കിൽ ബന്ധുക്കൾ, അവരിലൂടെ നിങ്ങളിലേക്ക് എത്താനാണ് അവർ ആഗ്രഹിക്കുന്നത്. എന്തായാലും അവർക്ക് നിങ്ങളെ വേണം. അവർക്ക് നിങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അവരുടെ മനസ്സിൽ ഇപ്പം നിങ്ങൾക്ക് ഒരു സ്ഥാനമുണ്ട്, എപ്പോഴും ഉണ്ട്. അപ്പം അവർ ഈ ഒരു ബന്ധത്തിൻ്റെ ആഴം, അല്ലെങ്കിൽ ഈ ഒരു നിങ്ങൾ എത്രമാത്രം അവർക്ക് വിലപ്പെട്ട ഒരു വസ്തുവായിരുന്നു അവർ ചിന്തിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം. അത്രത്തോളം അവർ നിങ്ങളെ മിസ്സ് ചെയ്യുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയത്ത് അവർ ഒരുപാട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. പല കാര്യങ്ങൾ, പല മുറിവുകൾ ഹീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു വ്യക്തി പാസ്റ്റ് ലൈഫിൽ നിങ്ങളുമായിട്ടുണ്ടായ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കുന്നതായിട്ടാണ്, അതൊക്കെ മറക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് 6 ഓഫ് സോർഡ് സൂചിപ്പിക്കുന്നത്. അതായത് പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ച് മുന്നോട്ട് പോവുക. എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളല്ല തെറ്റ് ചെയ്തത്, നിങ്ങളുടെ വ്യക്തിയാണ് തെറ്റ് ചെയ്തതായിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഭൂതകാലത്ത് ഉപേക്ഷിച്ച് ആ ഒരു വ്യക്തി തിരികെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. മാറ്റത്തെ ഉൾക്കൊള്ളാൻ ആ ഒരു വ്യക്തി തയ്യാറാകുന്നുണ്ട്, ക്ഷമ പാലിക്കുന്നുണ്ട്. ഈ ഒരു ബന്ധത്തിൽ ഒരു ലോജിക്കൽ ഡിസിഷൻ നിങ്ങൾക്കായിട്ട് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പ്രത്യാശയുണ്ട് അവർക്ക് ഈ ഒരു ബന്ധത്തിൽ. അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചൊരു ദൂരെ യാത്രയൊക്കെ പോകാൻ, നിങ്ങളെയും കൊണ്ട് എവിടെയെങ്കിലും പോയി ഒരുമിച്ച് സമാധാനമായിട്ട് ജീവിക്കാനൊക്കെ ആ ഒരു വ്യക്തി താല്പര്യപ്പെടുന്നുണ്ട്. അതായത് ബന്ധങ്ങളിലെ തർക്കം അവസാനിക്കുകയും സമാധാനപരമായ ചർച്ചയിലൂടെ കാര്യങ്ങൾ പരിഹരിക്കപ്പെടുന്നതുമായിട്ട് കാണുന്നുണ്ട് ഈ ഒരു കാർഡ്. അപ്പോൾ എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് അതിനുകൊണ്ട് തന്നെയാണ് ആ ഒരു വ്യക്തി ഒരു അച്ഛൻ്റെ, അമ്മയുടെ, അല്ലെങ്കിൽ ഒരു മൂന്നാമത്തെ ഒരു വ്യക്തിയുടെ ഒരു സഹായം തേടുന്നത്, അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിൻ്റെ സഹായം തേടുന്നത് നിങ്ങളിലേക്ക് വരാൻ. അതായത് ബന്ധത്തിൽ വരുന്ന പുതിയ മാറ്റങ്ങൾ ആദ്യം അല്പം പ്രയാസകരമായി തോന്നാമെങ്കിലും അത് നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടിയാണ് എന്ന് ആ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ഇപ്പം ജീവിതത്തിൽ ആ ഒരു വ്യക്തി ഒരുപാട് പാഠങ്ങൾ പഠിച്ചതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ അഭാവത്തിൽ. വിട്ടുവീഴ്ച മനോഭാവം ആ ഒരു വ്യക്തിയിൽ വരുന്നുണ്ട്. അതായത് നിങ്ങളോട് ചെയ്യാൻ അരുതാത്തതാണ് നിങ്ങളോട് ചെയ്തത്, ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് നിങ്ങളോട് ചെയ്തതെന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ അവരാണ് വലുത്, ഒരു അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അവർ മാറ്റി വെച്ചാണ് നിങ്ങളിലേക്ക് വരുന്നത്. വാക്കുകളൊക്കെ ശ്രദ്ധിക്കണം, എൻ്റെ പങ്കാളിയെ മുറിപ്പെടുത്തുന്ന തരത്തിലുള്ള വാക്കുകളൊക്കെ ശ്രദ്ധിക്കണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ പറഞ്ഞൊരു 3 ഓഫ് പെൻറ്റക്കിൾ വന്നത്. എന്തുകൊണ്ടാണ്? അത് തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അങ്ങനെ തന്നെയാണ് പറയുന്നത് കേട്ടോ. ഇവിടെ തിരികെ വരുന്നതായിട്ടാണ് കേട്ടോ കാണുന്നത്. ഓക്കേ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എൻ്റെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരും. അവർ രാത്രിയിലൊക്കെ ഉറങ്ങാറില്ല, അവർക്ക് നിങ്ങളുടെ ഓർമ്മകൾ അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അവർ ആ ഒരു ഭൂതകാലത്തിൽ ഇപ്പോഴും സ്റ്റക്കാണ്. അതൊന്നും അവരുടെ ഉറക്കം കെടുത്തുന്ന ഓർമ്മകളാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അയച്ച മെസ്സേജുകൾ, അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് അയച്ച മെസ്സേജുകളൊക്കെ നോക്കി അവർ വിഷമിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ കാര്യങ്ങളൊന്നും ഇവർ അറിയുന്നില്ല. ഇത് കുറേ നാളുകളായിട്ട് നിങ്ങളുടെ ഒരു അറിവുമില്ല. അപ്പം നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, നിങ്ങളെ കൈവിട്ടു പോകുമോ, ഈ ഒരു ബന്ധം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊന്നും അവർക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഒരു മൂന്നാമത്തെ ഒരു വ്യക്തിയിലൂടെ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു ബന്ധത്തിനൊരു എന്തായാലും ഒരു വിജയം വേണം, അവർക്ക് നിങ്ങളെ വേണം. അതിനുവേണ്ടി ഒരാളുടെ ഹെൽപ്പൊക്കെ ചോദിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ റീഡിങ് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നമ്മളൊരു മറ്റൊരു റീഡിങ്ങുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുക. എൻ്റെ റീഡിങ് ഇഷ്ടമായെന്ന് കരുതുന്നു. തീർച്ചയായും റീഡിംഗ് ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മൾ അപ്പം തോന്നുന്ന കാർഡുകൾ വെച്ചാണ് റീഡ് ചെയ്യുന്നത്. അതായത് പ്രീ പ്ലാൻഡ് റീഡിംഗ് ഒന്നും ഞാനങ്ങനെ ചെയ്യാറില്ല. നമുക്ക് കാർഡുകളെ കുറിച്ച് കുറേ ഗ്രാഹ്യമുണ്ട്, ആ ഒരു ഗ്രാഹ്യം നിങ്ങളിലേക്കും കൂടെ എത്തിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ഗ്രാഹ്യമുണ്ട്, അങ്ങനെയാണ്. അല്ലാതെ പ്രീ പ്ലാൻഡ് ഉള്ള വീഡിയോസ് ഒന്നും ചെയ്യാറില്ല. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, വീണ്ടും സപ്പോർട്ട് ചെയ്യുക, കാണുക, എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസ് മാത്രമാണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ ചെയ്യുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയൊരു പ്രകാശം എൻ്റെ ഈ റീഡിംഗ് കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, പലരും പറയുന്നുണ്ട് എൻ്റെ റീഡിംഗ് കൊണ്ട് അവരുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്താൻ സാധിച്ചെന്ന്. തീർച്ചയായിട്ടും അത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്.
അപ്പം ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽഡ് റീഡിങ്ങിൻ്റെ നമ്പർ നമ്മൾ വീഡിയോയുടെ കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് താല്പര്യം ഉണ്ടെങ്കിൽ കേട്ടോ. അപ്പം വീണ്ടും ഒരു റീഡിങ്ങിലൂടെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു.